ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ബ്രെഡും സാധനങ്ങളും ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ മുണ്ടോത്തി പോവാണ്. അപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുണ്ടോത്തി പോയിട്ട് എന്താ പറയുക വൈബടിച്ചിരിക്കും. ആ സാധനം മുണ്ടോത്തി ഗ്രാമങ്ങളൊക്കെ കാണിച്ചു തരാന്ന്. അപ്പം ഇന്ന് ബ്രെഡും പാലും മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് പാനിലിട്ട് ഫ്രൈ ആക്കി ഒരു ഈവനിങ് സ്നാക്ക് പോലെ നമ്മളാക്കി നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുണ്ടോത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ചായ വാങ്ങിക്കാൻ വന്നിട്ടുണ്ടല്ലേ. ഇതാണ് ചായക്കട, പിസ്സ പോയിന്റ് എന്നാണ് ചായക്കടേൻ്റെ പേര്. ഇവിടെ അത്യാവശ്യം നല്ല ചായ കിട്ടും. എനിക്കൊന്ന് കേരളത്തിനേക്കാളും നല്ലൊരു ചായ കിട്ടണത് ഇവിടെയാണ്. കാരണം ഇവിടുത്തെ ചായ നല്ല ഇഞ്ചിയും ഏലക്കയൊക്കെ ഇട്ടിട്ട് പിന്നെ നല്ല വൃത്തിയിൽ കുറേ സമയം ഇങ്ങനെ ഇട്ട് വേവിച്ച് അങ്ങനെ ചെയ്യണ ഒരു ചായയാണ്. പക്ഷെ കുറച്ചേ ഉണ്ടാവും, ഇത്രയേ ഉണ്ടാവും ഒരു ഗ്ലാസ് ചായ. കട്ടിംഗ് എന്നാണ് അതിന് പറയാം. അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മളിപ്പോൾ മുണ്ടോത്തിലേക്ക് പോകും. ഗൈസ്, ഇതാണ് മുണ്ടോത്തി പോകുന്ന വഴി. നിങ്ങൾക്ക് കാണാം രാജസ്ഥാനിൻ്റെ പ്രകൃതി ഭംഗി. സ്കൂളാണ്. ഇവിടെ അത്യാവശ്യം 100-300 പിള്ളേരെ പഠിക്കുന്നുണ്ട്. ഗൈസ്, ഇത് ഇവിടുത്തെ ഒരു ആൽത്തറ പോലത്തെ ഒരു സെറ്റപ്പാണ്. നമ്മളിപ്പോൾ മുണ്ടോത്തിൻ്റെ ഏകദേശം ഉള്ളിലത്തെ ഗ്രാമത്തിൻ്റെ അകത്തേക്ക് എത്തി. പിന്നെ ഏകദേശം ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു സ്ഥലമാണ്. നേരെ പോയിട്ട് ലെഫ്റ്റ്, ആടുന്ന് ലെഫ്റ്റ്. അപ്പം ഇതാണ് സ്ഥലം. ഇവിടെ ചില മാസങ്ങളിൽ മേളയൊക്കെ നടക്കും, അത്യാവശ്യം ചെറിയൊരു മേള. ഇതിപ്പോൾ നമ്മൾ മുണ്ടോത്തിൻ്റെ അകത്തേക്ക് കയറുവാണ് ഗൈസ്. ഈ വീടുകളും സംഭവങ്ങളൊക്കെ രാജസ്ഥാൻ്റെ ടിപ്പിക്കൽ വീടും സംഭവങ്ങളൊക്കെയാണ്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന സംഭവം ഇതാണ്, ഈ ആടിനെ മേയ്ക്കൽ. എല്ലാ മൂലയിലും ഇങ്ങനത്തെ ഉണ്ടാവും. നമ്മൾ ഫുള്ളായിട്ട് രാജസ്ഥാൻ സ്ട്രൈറ്റ് രാജസ്ഥാൻ ഇതിലേക്ക് എത്തി. ആക്ച്വലി നമ്മൾ പറയുന്ന രാജസ്ഥാൻ എന്ന് പറയുമ്പം ഇതാണ് ശരിക്കുള്ള രാജസ്ഥാൻ. റീസൺ എന്ന് പറഞ്ഞാൽ സെമി ആറിഡ് റീജിയനാണ് രാജസ്ഥാൻ. അപ്പം ഇതാണ് ആ ഒരു അവസ്ഥ. അല്ലാണ്ട് ഫുള്ളായിട്ട് മരുഭൂമിയല്ല. കുറേ ആൾക്കാരൊരു മിസ്കൺസെപ്ഷനാണ് ഈ രാജസ്ഥാൻ മൊത്തമായിട്ട് ഡെസേർട്ടാന്നുള്ള സംഭവം. പക്ഷേ അതങ്ങനെയല്ല ഗൈസ്. ഇതാണ് ശരിക്കുള്ള രാജസ്ഥാൻ. എന്നുവെച്ചാൽ ഒരു വരൾച്ച ലുക്ക്, പക്ഷേ മൊത്തമായിട്ട് വരണ്ടിട്ടില്ല. അതാണ് സംഭവം. ഗൈസ്, കാണാം എത്ര ആടുകളാണ് ഇവിടെ ഉള്ളതെന്ന്. ഒരു ആട് നമ്മൾ അടിക്കാൻ പോയി ഗൈസ്. ആടിനെ അടിക്കുന്നത് വണ്ടിക്ക് ഭയങ്കര റിസ്ക്കാണ്. വണ്ടീൻ്റെ ഫ്രണ്ടിലത്തെ മഡ്ഗാർഡൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. സ്ഥലത്തെത്തി. സ്ഥലം കാണിച്ചു തരാം. ഇതാണ് സ്ഥലം. വയനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി നമ്മളെ ഇരിക്കുന്ന സ്പോട്ടിലേക്ക് പോവാം. സ്ഥലം നമ്മളെ അടിപൊളി. ഇതൊരു ചെക്ക് ഡാമാണ്. ഇത് ആക്ച്വലി നമ്മളെ യൂണിവേഴ്സിറ്റിയാണ് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കൂടെ നടന്നു പോയി ഇട്ട് വേണം ചായ കുടിക്കാൻ. ഫുൾ മുള്ളാണ് ഗൈസ്. ഈ ചെടുക്കൊക്കെ ഫുൾ മുള്ളാണ്. ഇതേവിടെ ഒരു ചേട്ടനുണ്ട് കൂട്ടിൻ്റെ കൂടെ ഇരിക്കുന്നത്. പിന്നെ ഇങ്ങനെ എന്നിട്ട് അപ്പം ഇതാണ് ഗൈസ് സ്ഥലം. ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ. എന്നുവെച്ചാൽ അടിപൊളിയാണ്. വെള്ളം ഭയങ്കര മോശമാണ്, കുളിക്കാനൊന്നും പറ്റില്ല. പക്ഷേ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പം സൺസെറ്റ് ഇല്ല, സൺസെറ്റ് ഒന്നും കാണിക്കാനില്ല. വേറെ ദിവസം സൺസെറ്റ് കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ അങ്ങോട്ടേക്ക് പോവാണ്. ഇതാണ് സ്ഥലം. അടിപൊളിയല്ലേ? അപ്പം രാജസ്ഥാൻ മൊത്തമായിട്ട് മരുഭൂമി അല്ലാന്ന് കാണിക്കലായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. കാരണം ഇങ്ങനത്തെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സുഹേൽ ഇരിക്കുന്നുണ്ട്. സുഹേൽ സേയ് ഹൈ. സുഹേലുണ്ട്, സഹലുണ്ട്. നമ്മളെ ബ്രെഡ് ഗായ്സ് മുള്ളു തറച്ചു ഗായ്സ്. അപ്പം
ബ്രെഡ് പൊരിച്ച ഇനി നമ്മൾ ചായ കുടിക്കും. ചായ പാർസൽ വാങ്ങിച്ചിട്ടുണ്ട്. ജോയിൻ്റെ കയ്യിൽ പാർസലുണ്ട്. ഇവിടുന്ന് ചായ കുടിക്കും. വേറെ പരിപാടിയൊന്നുമില്ല. സുഹൈലിനൊരു അറിയിപ്പുണ്ട്. എന്താണെന്ന് നമുക്ക് പറയാം. സുഹൈൽ പറയൂ. സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിൽ തന്നെ മേടിച്ചത്. ദയവ് ചെയ്ത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള നല്ല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇതോ അതേ കണക്ക് നിങ്ങളെ വേസ്റ്റ് വിട്ടിട്ട് പോകരുത് പ്ലീസ്. ഓക്കെ. യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർ എങ്ങനെ അത് ശരിയാണ് ഗൈസ്. ഇത്രയും നല്ല സ്ഥലം നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇട്ട് നശിപ്പിക്കാൻ പാടില്ല. കാരണം നമുക്ക് കുറേ ആക്ച്വലി അവിടെ കുറച്ച് ബേർഡ്സൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ആ ക്രെയിൻ ഉണ്ട്, കോർമറൻ ഉണ്ട്, ലാപ്പിംഗ് ഉണ്ട്, റെഡ് കാറ്റിൽ. ഇതൊക്കെ സുഹൈൽ എൻവയോൺമെൻറ്റൽ സയൻസ് ആയതുകൊണ്ട് അവൻ ഈ ബേർഡ്സിനെ കുറിച്ചൊക്കെ അറിയാം. പിന്നെ അവന് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്. അപ്പോൾ ഇതാണ് ഗൈസ് സ്ഥലം. ഇവിടെ രാവിലെ ആകുമ്പം ഇവിടെ ഈ പശുക്കളും ഇതൊക്കെ വെള്ളം കുടിക്കാൻ വരും ഈ സ്ഥലത്ത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഈ വ്ളോഗ് എടുക്കാനുള്ള മെയിൻ 2 റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ രാജസ്ഥാനിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒറ്റമൈൻഡ് എന്ന് പറഞ്ഞ് കുറേ കിലോമീറ്റർ പോകാനുള്ളൊരു റിസോഴ്സ് ഇവിടെ ഇല്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലത്ത് വന്നിട്ട് പ്രകൃതിനോട് ഇണചേർന്ന് ചായ കുടിക്കാനേ പറ്റൂ. അപ്പം ഭയങ്കര ഭംഗിയാണ് ഗൈസ് ഈ സ്ഥലം കാണാൻ വേണ്ടി. ഈ ക്യാമറയിൽ എത്രമാത്രം ഇതിൻ്റെ ഭംഗി എനിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നതില്ല. അത് ശരിക്കും ഈ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പം പിന്നെ എനിക്ക് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന രാജസ്ഥാൻ ഒരു മരുഭൂമിയല്ല. ഇവിടെ വെള്ളമുണ്ട്, കാണാം, ഫുൾ വെള്ളമാണ്. നാട്ടിലെ പോലെ തന്നെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ വെജിറ്റേഷൻ വ്യത്യാസമാണ്. ഇവിടുത്തെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ നാട്ടിൽ അത്ര വെള്ളമില്ല, പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ വെള്ളം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ രാജസ്ഥാൻ്റെ മരുഭൂമി എന്നുള്ളൊരു കൺസെപ്റ്റ് മൊത്തമായിട്ട് മാറ്റാം. മരുഭൂമി ഒരു പാർട്ടാണ് രാജസ്ഥാൻ്റെ, അത്രയേ ഉള്ളൂ. ഇവിടെ പലതരത്തിലുള്ള ടെറൈൻസ് ഉണ്ട് രാജസ്ഥാനിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി വേറൊരു നല്ല സ്ഥലമായിട്ട് ഞാൻ വരാം. അപ്പം ഇനിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.